തൃശൂർ പെരുമ്പിലാവിൽ മക്കൾക്ക് വിഷം നൽകി ജീവനൊടുക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മുത്തു രക്ഷപ്പെട്ടത്. ആശുപത്രിയിൽ 2 CPOമാരെ നിയോഗിച്ചിരുന്നു. ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവാണ് 6ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്ക് വിഷം നൽകി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, മുത്തു എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മറ്റ് വിവരങ്ങൾ പോലീസ് എന്താണ് പറയുന്നത്? ശനിയാഴ്ച തന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് മുത്തു 2 കുട്ടികൾക്ക് ജ്യൂസിൽ എലിവിഷൻ കലർത്തി നൽകി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഈ സംഭവത്തിന് പിന്നിലുള്ള കാരണമായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മുത്തുവിന്റെ ഭാര്യ ഇയാളോട് പിണങ്ങി മറ്റൊരു കുട്ടിയുമായി സ്വന്തം നാട്ടിലേക്ക് പോയി. ഇത് തമിഴ്നാട്ടുകാരാണ്. സ്വന്തം നാട്ടിലേക്ക് പോയി. ഈ കുന്നംകുളം കടവല്ലൂർ ആനക്കല്ല് ഭാഗത്താണ് ഈ കുടുംബം താമസിച്ചു വന്നിരുന്നത്. സഹോദരി അടക്കമുള്ള ആളുകളടക്കം വർഷങ്ങളായി ഇവിടെയാണ് മുത്തു താമസിച്ചിരുന്നത്. ഭാര്യ പിണങ്ങിപ്പോയതിലുള്ള സങ്കടത്താലും വൈരാഗ്യത്താലുമാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ സഹോദരിയുടെ വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് ജ്യൂസിൽ വിഷം കലർത്തി നൽകുകയും പിന്നീട് ഇയാളും അവിടെ അതേ വീട്ടിൽ വെച്ച് തന്നെ ഇത് കുടിക്കുകയുമായിരുന്നു. അങ്ങനെ ആരോഗ്യപരമായ അവശതകൾ നേരിട്ട് മറ്റു ബന്ധുക്കൾ ഈ 3 പേരെയും കണ്ടെത്തുകയും അവർ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. അപകടാവസ്ഥയിൽ ചികിത്സയിലാണ് ഇപ്പോഴും 2 കുട്ടികൾ. 6ഉം 7ഉം വയസ്സായിട്ടുള്ള കൃതിക, റിതിൻ എന്നിങ്ങനെയാണ് കുട്ടികളുടെ പേര്. അവര് 2 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ എലിവിഷൻ കഴിച്ച മുത്തുവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടുകൂടിയാണ് പാറാവിൽ നിന്ന് 2 CPOമാരെ കബളിപ്പിച്ച് ഇയാൾ ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി രക്ഷപ്പെട്ടിട്ടുള്ളത്. പ്രതികൾ ഇയാൾ ഈ കേസിൽ പ്രതിയാകുന്നത് കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചു, ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള വകുപ്പുകളും അതോടൊപ്പം തന്നെ JJ ആക്ട് അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങളുമായി ആണ് ഇയാൾ ഈ കേസിൽ പ്രതിയാകുക. അങ്ങനെയുള്ള പ്രതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. പക്ഷേ ഇവരെ കബളിപ്പിച്ചുകൊണ്ട് പ്രതി മുത്തു രക്ഷപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഊർജിതമായ തെരച്ചിലാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് നടത്തുന്നത്. ഏതായാലും പോലീസ് കാവലിൽ നിന്ന് പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ലെവിൻ, പോലീസ് കാവലിലാണ് ഇത്തരത്തിൽ വിഷം കഴിച്ച ആൾ രക്ഷപ്പെട്ടത്. ആ വിവരങ്ങളാണ് ലെവിൻ നൽകിയത്. ഇനി